സ്വതന്ത്ര രംഗത്തിറക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ പൊതു സ്വീകാര്യനായിട്ടൊരു സ്വാതന്ത്ര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു മെച്ചമായി മാറില്ല. അത് ഒരു ഘടകം സ്വതന്ത്രനല്ലെന്ന് മരുമകൻ പിണറായിയുടെ മകൾ വന്ന് മത്സരിച്ചോട്ടേന്ന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയല്ലേ. ഒരു പൊതു സ്വാതന്ത്ര്യമായിട്ട് തന്നെ പുള്ളിക്കാരത്തി വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ തണ്ട് എന്ന് തുടങ്ങിയ തണ്ടല്ലാണ്. വഴിയിൽ പോകുന്നവരെയൊക്കെ കൈയാട്ടി നിർത്തിയിട്ട് അല്ല ഇവിടെ ഒരു ഒഴിവുണ്ട് ഒരു സ്ഥാനാർത്ഥി ആവണമെന്ന് ചോദിക്കുന്ന ഗതികേടിലേക്ക് അവരെത്തിയത് എന്തുകൊണ്ടാണ്? അവരുടെ രീതി കൊണ്ടാണ്. നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കളമൊരുങ്ങുകയാണ്. എന്താണ് താങ്കളുടെ ഒരു കണക്കൂട്ടൽ, ഒരു പ്രതീക്ഷ? എൻ്റെ കണക്കൂട്ടലല്ല, കേരളത്തിലെ ജനങ്ങളുടെ കൃത്യമായ കണക്കൂട്ടലും ഉറപ്പുമാണ്. അവിടെ UDF വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കും. പിണറായി ഗവൺമെൻറ്റിനെതിരെ വരാനിരിക്കുന്ന 26 തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും. ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും, 3ാം വട്ടം വരാൻ പോകുന്നു എന്ന ഒരു കള്ള നരേഷൻ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. ആ ഉത്തരവാദിത്തം നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും ഏറ്റെടുക്കും. എത്രത്തോളം ഒരു ഭൂരിപക്ഷം? സ്വാഭാവികമായി UDF പിന്തുണ താങ്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഭൂരിപക്ഷം എത്ര എത്തും എന്നുള്ളത്? എന്തായാലും എബവ് 25,000, അതൊരു 50,000 വരെ പോകാം. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാൻ കഴിയുള്ളൂ. മിനിമം 25,000, അതിനൊരു തർക്കവും കാര്യത്തില്ല. ഈ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു അഭിപ്രായമാണ് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ താങ്കളൊരു സ്ഥാനാർത്ഥി അങ്ങനെ ഒരു മുന്നോട്ട് വെക്കുന്നുണ്ടോ? എന്താണ് അത് ആദ്യഘട്ടത്തിൽ? ഇതിപ്പോൾ അവസാന ഘട്ടമാണല്ലോ. അവസാന ഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, UDF എടുക്കുന്ന എന്ത് തീരുമാനവും നിരുപാധിക പിന്തുണ ഏത് സ്ഥാനാർത്ഥിയായാലും. ഞാൻ അന്ന് പറഞ്ഞ അന്നത്തെ അത് 5 മാസം മുമ്പാണ്. അന്നത്തെ രാഷ്ട്രീയ ചിത്രമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ 3.5 കോടി ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കേരളത്തിലെ ജനം അതിനെ കാണാൻ പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ അതിനെ കാണാൻ പോകുന്നത്. അവിടെ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്, UDFും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല. അതുകൊണ്ട് മത്സരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും അത് ആൻറ്റി പിണറായി വോട്ട് അദ്ദേഹത്തിന് വന്നിരിക്കും. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 6 മാസത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചിത്രത്തിൻ്റെ മാറ്റം അതാണ്. അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാവും. സ്വാഭാവികമായും LDF മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ രാജിവെച്ച ഒഴിവിലേക്കാണ് വരുന്നത്. ഒരു MLA ആ മണ്ഡലം വിട്ടുപോയി എന്നുള്ളൊരു പ്രചരണമുണ്ട്. അത് സ്വാഭാവികമായി ഒരു തിരിച്ചടിയാകാനുള്ള ഒരു കാരണമാകാൻ സാധ്യതയില്ല. ഒരിക്കലും അത് പ്ലസ് ആവാനാണ് പോകുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു മിനിമം 2 hours I need. അതിപ്പോൾ നമുക്ക് നടക്കില്ല. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നുകൂടി അവരെന്താ പറയുക ഓർമ്മപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ രാജിവെക്കലും ഈ തെരഞ്ഞെടുപ്പും അനുകൂലമായിട്ടുള്ള റിസൾട്ടാണ് വരാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്ന ജനകീയ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇനി ഒരു തൃണമൂലിൻ്റെ ഒരു കാര്യമാണ്. UDF ഘടകകക്ഷിയായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനും ഇനിയുണ്ട് ദിവസങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിലൂടെ കടക്കുമ്പോൾ വൈകാതെ തന്നെ UDF ഭാഗമാകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തെരഞ്ഞെടുപ്പും UDF ഘടകകക്ഷിയും തമ്മിൽ ഒരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് വേറെ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നവനാണ്, ഒറ്റയ്ക്ക് പോരാടിയവനാണ്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് UDF നിരുപാധിക പിന്തുണ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മുന്നണി പ്രവേശവും തൃണമൂലും ഒന്നും ഇതിൽ വിഷയമേ അല്ല. അതൊക്കെ ആഫ്റ്റർ ദ തെരഞ്ഞെടുപ്പ് വി വിൽ ഡിസ്കസ്. താങ്കൾ പ്രവർത്തനത്തിലൂടെ കടന്നുവല്ലേ? അതെ, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഡിലേ വന്നപ്പോൾ, യുദ്ധമൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ പോസ് ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. അത് മാറി, പോസ്റ്റ് റിലീസായി അത് അവിടെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ വർക്ക്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിൻ്റെ അടുത്ത നീക്കമല്ലെ ഭാവി എന്താണെന്നാണ് ഒരു? ഞാൻ ഈ ഭാവിയെക്കുറിച്ച് വല്ലാതെ ആലോചിക്കാറില്ല. നമ്മളൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നാളെ ഇപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ എന്താകും, എനിക്ക് മന്ത്രിയാവണം, പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കല്ല പ്രശ്നം. ഉണ്ടായിരുന്ന MLA പണി എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭാവിയെക്കുറിച്ച് ഒരു ആദിയില്ല. എനിക്ക് ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവിഷയത്തിന് ഈ സമൂഹത്തിന് വേണ്ടി ജീവിച്ചു പോകണം. നമ്മളൊക്കെ മാന്യമായി ജീവിച്ചു പോകുന്ന തലമുറയാണ്.
ആ മാന്യമായി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന നാടിൻ്റെ മതസൗഹാർദ്ദം നിലനിൽക്കണം. മതസൗഹാർദ്ദം ആണല്ലോ ഏതൊരു നാടിൻ്റെയും ബേസും സമാധാനവും. അത് തകർക്കാൻ RSSും BJPയുമായി കൂട്ടുചേർന്ന് പോലീസിൻ്റെ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പിണറായി പരിശ്രമിച്ചപ്പോഴാണല്ലോ ഞാൻ രാജിവെച്ചിട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മതേതര രാഷ്ട്രീയ സാമൂഹിക സംസ്കാരം ഇവിടെ നിലനിൽക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ എന്താകും എൻ്റെ ഭാവി എന്താകും ആലോചിക്കുകയാണെങ്കിൽ ഞാനിതെല്ലാം വിട്ടെറിഞ്ഞ് വരില്ലല്ലോ. അതുകൊണ്ട് രണ്ടാം മണ്ഡലത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ തെരഞ്ഞെടുപ്പ് ഒരു തരത്തിലും അതിന് കാര്യമില്ല, ഒരിക്കലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 26 ഈ നാട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നതിന് ചൂണ്ടുപലകയാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട്. ഇത് നിലമ്പൂരിലെ മാത്രം രാഷ്ട്രീയമല്ല. വരാനിരിക്കുന്ന ഭാവിയിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതി എങ്ങനെയാവണം, ഈ കള്ളന്മാരുടെ കയ്യിൽ തന്നെ, ഈ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിക്കണോ വേണ്ടയോ എന്ന് കേരളത്തിലെ ജനത തീരുമാനിക്കുന്ന തീരുമാനത്തിന് അവർക്ക് പ്രേരക ഘടകമാകേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതിന് ബോധമുള്ള, നല്ല ബോധ്യമുള്ള, സാധാരണക്കാരായ നന്മയുള്ള വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത്. അവർ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി ഈ പൊതുസമൂഹത്തിൻ്റെ, ഈ നാടിൻ്റെ നന്മ മാത്രം കാംക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യും. അതിൻ്റെ മുൻപന്തിയിലുണ്ടാവുക സഖാക്കളാണ് മുൻപന്തിയിലുണ്ടാവുക. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കുടുംബാധിപത്യ മരുമാനിസ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന പാർട്ടിയും പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും CPMലാണുള്ളത്. അപ്പോൾ ഇനിയും ഈ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുത്താൽ ഈ പാർട്ടി തകരും. ഈ ഗവൺമെൻറ് വരുന്ന വിദൂര ഭാവിയിൽ പോലും പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഉണ്ടായ ആ കോർപ്പറേറ്റിസം, തൊഴിലാളി വർഗ പാർട്ടി ഒരു രാത്രി കൊണ്ട് മുതലാളി വർഗ പാർട്ടിയായി മാറുകയാണ്. അതാണ് അദാനി ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് അഭിമാനത്തോട് കൂടിയിട്ട് വാസവ മിനിസ്റ്റർ പറയണമെന്ന് നിങ്ങൾ നോക്കണം. അദാനി ഞങ്ങളുടെ പാർട്ട്ണർ. അദ്ദേഹത്തിന് ആ മുഖപ്രസാദമൊക്കെ കാണുന്ന ആ സമയത്ത്. അപ്പോൾ തൊഴിലാളികളെ മറന്നു. ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകളുമായി ചങ്ങാത്തം കൂടുന്ന രാഷ്ട്രീയത്തിലേക്ക് പിണറായി കുടുംബം മാറി അതിനെ പിന്തുണയ്ക്കുകയും അതിനെ പിന്താങ്ങി നടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പിൽ ഒരു വലിയ വിഭാഗവും മാറി. അതിന് ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാവും. UDFിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. ഒരു പൊതു സ്വതന്ത്ര എന്ന നിലയിൽ താങ്കൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അത് LDFിൽ തിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ LDF പയറ്റുന്നത് വീണ്ടും ഒരു തന്ത്രമാണ്. സ്വതന്ത്ര രംഗത്തിറക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ പൊതു സ്വീകാരനായിട്ട് സ്വതന്ത്രം വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു മെച്ചമായി മാറില്ല. അത് ഒരു ഘടകം സ്വതന്ത്രനല്ലെന്ന് മരുമകൻ പിണറായിയുടെ മകൾ വന്ന് മത്സരിച്ചോട്ടേന്ന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയല്ലേ. ഒരു പൊതു സ്വാതന്ത്ര്യമായിട്ട് തന്നെ പുള്ളിക്കാരത്തി വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ തണ്ട് എന്ന് തുടങ്ങിയ തണ്ടല്ലാണ്. വഴിയിൽ പോകുന്നവരെയൊക്കെ കൈയാട്ടി നിർത്തിയിട്ട് അല്ല ഇവിടെ ഒരു ഒഴിവുണ്ട്, ഒരു സ്ഥാനാർത്ഥി ആവണമെന്ന് ചോദിക്കുന്ന ഗതികേടിലേക്ക് അവരെത്തിയത് എന്തുകൊണ്ടാണ്? അവരുടെ രീതി കൊണ്ടാണ്. ശേഷിയുള്ളവർ പലതും ഉണ്ടല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. കൃഷ്ണദാസ് അടക്കം എത്ര ആളുകളാണ് മത്സരിക്കാനുണ്ടായിരുന്നു? പാർട്ടിയുടെ പ്രബലരായ എത്ര നേതാക്കളെ ജില്ലയിലുണ്ട്? എന്താ കൊടുക്കാത്തത്? അവർ പിണറായിയോട് അത്ര താല്പര്യമല്ല. നിലമ്പൂരിൽ മത്സരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാരുണ്ടല്ലോ, എന്താ കൊടുക്കാൻ ധൈര്യമില്ലാത്തത്? നാളെ ആരെ കൂടെ നിൽക്കുന്ന ഇപ്പോഴത്തെ ചിന്ത. അപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക, കൂടെ നിൽക്കുന്നവരും സ്വഭാവം. അപ്പം ഏതെങ്കിലും ഒരു വേട്ടാളിനെ പിടിച്ച് നിർത്തുക എന്നതിലപ്പുറം വേറെ ഒന്നുമില്ല. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ്? എല്ലാത്തിലും ഭയമാണ്. മത്സരിക്കാൻ വരുന്നവൻ നാളെ നമ്മളെ കൂടെ നിൽക്കുമോ? അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം രാജ്യം ഭരിക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം പാർട്ടിയുടെ ഭാരവാഹിയാവുക, നമ്മുടെ കൂടെ മാത്രം നിൽക്കുന്നത് പാർട്ടി കൊണ്ട് നടക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ, അവർ സ്ഥാനാർത്ഥികൾ, അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുക, അവർ MLA സ്ഥാനത്തേക്ക് പോവുക. ഇത് മാത്രമാണ് നടക്കുക. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥി ക്ഷാമം. എന്തായാലും അദ്ദേഹം വളരെ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് സജീവമായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. ക്യാമറമാൻ സഞ്ജു പുറ്റമ്പലിനൊപ്പം സിജോ ബിജോൺ, മീഡിയ 1.